നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ഗവൺമെന്റ് ടി മെഡിക്കൽ കോളേജിലെ പുതിയ ക്യാന്റീൻ മന്ദിരം എച്ച്.സലാം MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ 2 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ബഹുനില മന്ദിരത്തിൽ കോളേജ് PTA ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ക്യാന്റീനിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ലഭ്യമാക്കിയത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ 12 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ സ്മാർട്ട് അംഗൻവാടി നാടിന് സമർപ്പിച്ചു. വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് അധ്യക്ഷനായ യോഗം എച്ച്.സലാം MLA ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും നേർക്കാഴ്ചയായി സ്വീകരണ ചടങ്ങ് മാറി. PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻകാട് മാതാവിന്റെ തിരുനാൾ ആഘോഷത്തിന് നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണമാണ് നാട്ടിലെങ്ങും വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സ്നേഹ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 20-ന് ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ഗവൺമെന്റ് ടി മെഡിക്കൽ കോളേജിലെ പുതിയ ക്യാന്റീൻ മന്ദിരം എച്ച്.സലാം MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ 2 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ബഹുനില മന്ദിരത്തിൽ കോളേജ് PTA ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ക്യാന്റീനിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ലഭ്യമാക്കിയത്. ആലപ്പുഴ ഗവൺമെന്റ് ടി മെഡിക്കൽ കോളേജിലെ പുതിയ ക്യാന്റീൻ മന്ദിരം എച്ച്.സലാം MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കും അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും വേണ്ടി നൂതനമായ സൗകര്യങ്ങളോടെയാണ് ക്യാന്റീൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ 2 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ബഹുനില മന്ദിരത്തിൽ കോളേജ് PTA ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ക്യാന്റീനിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ലഭ്യമാക്കിയത്. കോളേജ് യൂണിയന്റെ ആവശ്യപ്രകാരം ക്യാന്റീൻ പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടത്തിൽ കുട്ടികൾക്ക് ജിം പരിശീലനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾക്കായി 2.5 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്ന് എച്ച്.സലാം MLA ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞു. നമ്മുടെ ക്യാൻറ്റീൻ ഇന്നോട്ട് നമുക്ക് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുകയാണ്. അതിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. അതിലെ PTA ഒരു നല്ല പങ്ക് ആ കാര്യത്തിൽ ഓപ്പൺ ചെയ്യുന്ന നിലയിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും നിർവഹിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റാണ് ഈ ക്യാൻറ്റീൻ നിർമ്മിച്ചത്. 2 കോടി രൂപ മുടക്കിയിട്ട് ഗവൺമെൻറ്റാണ് നിർമ്മിച്ചത്. പക്ഷേ എന്തുകൊണ്ട് ആ എസ്റ്റിമേറ്റിൽ നമ്മുടെ ഫർണിച്ചർ ഉൾപ്പെട്ടിരുന്നില്ല നേരത്തെ ഉള്ളതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാൻറ്റീൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തു. അത് നമ്മൾ കുറച്ച് രൂപകൾ ഒരുമിച്ച് വെച്ചുകൊണ്ട് ഇവിടെ വന്ന് ചെയ്യുന്നില്ലെന്ന് മാത്രമേ എൻ്റെ അധ്യക്ഷതയിലാണ് ആ യോഗം നടന്നത്. അതിനുശേഷം നമുക്ക് ഈ ഫർണിച്ചറിൽ പെടാത്ത കൊണ്ട് സ്വാഭാവികമായിട്ടും ഫർണിച്ചർ ഉണ്ടെങ്കിലേ ക്യാൻറ്റീൻ വർക്ക് ചെയ്യാൻ കഴിയും. പഴയ ഫർണിച്ചർ കൊണ്ട് ഇടുന്നത് ഭംഗിയാണെന്ന് പൊതുവെ ഞങ്ങളെല്ലാവരും സംസാരിച്ചൊരു ധാരണ ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് വളരെ അനുയോജ്യമായി തന്നെ ഔചിത്യപൂർവ്വം തന്നെ PTA കമ്മിറ്റി പ്രിൻസിപ്പൽ നേതൃത്വത്തിൽ അത് ആലോചിക്കുകയും പുതിയ ക്യാൻറ്റീനാകുമ്പോൾ പുതിയ നല്ല ഫർണിച്ചർ ഇട്ട് മനോഹരമായി തന്നെ ആരംഭിക്കാൻ കഴിയുക എന്നുള്ള നിലയിലേക്ക് ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 2 ലക്ഷം രൂപയാണ് ഇപ്പോൾ PTA ഫണ്ടിൽ നിന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് ചെലവഴിച്ചത്. അപ്പോൾ അതുകൂടി വന്നപ്പോൾ നമുക്ക് എന്തായാലും പൊതുവേ നമ്മൾ ഡിസൈനിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെ മനോഹരമായ ക്യാൻറ്റീൻ അതുപോലെ ഡിസ്കൗണ്ട് കൂടി ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തീർച്ചയായും ഇപ്പോൾ നമുക്ക് മനോഹരമായ ഉൾപ്പെടെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള കാര്യം സജ്ജീകരിക്കാൻ നേതൃത്വം കൊടുത്ത PTA കമ്മിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാർ, PTA പ്രസിഡന്റ് C. ഗോപകുമാർ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ S.J. ജെസ്സി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A. ഹരികുമാർ, PTA വൈസ് പ്രസിഡന്റ് ഷാജി വാണിപുരയ്ക്കൽ, PTA സെക്രട്ടറി ഡോക്ടർ സ്നേഹ S. നായർ, ഡോക്ടർ സ്മിത G. രാജ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അജയ്കുമാർ, ഡോക്ടർ മനോജ് വേണുഗോപാൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ S. പുഷ്പരാജൻ, S. ഹാരിസ്, K. സലീം കുമാർ, ഷാനവാസ്, ഡോക്ടർ ജംഷീദ്, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സാൻ മരിയ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ 12 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ സ്മാർട്ട് അംഗൻവാടി നാടിന് സമർപ്പിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ് അധ്യക്ഷത വഹിച്ച യോഗം എച്ച്.സലാം MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ 12 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ 40-ാം നമ്പർ സ്മാർട്ട് അംഗൻവാടി എച്ച്.സലാം MLA നാടിന് സമർപ്പിച്ചു. അവർ പോയി എത്തുന്നൊരിടമാണ് അംഗൻവാടി. അതൊരു കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാഥമികമായൊരു ഒരു തലമാണ്. അപ്പൊ അങ്ങനെ ചെല്ലുന്നൊരു സ്ഥലം വളരെ മനോഹരമായ ഒരു കുഞ്ഞിന്റെ മനസ്സിൽ അത് ഫീലിംഗ് ഉണ്ടാവുക എന്നുള്ളത് ഒരു കുട്ടിയുടെ സ്വഭാവത്തെയും ചിന്തയിലൊക്കെ സ്വാധീനിക്കുന്ന കാര്യമാണ്.
അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയെല്ലാമുള്ള കാര്യത്തിലേക്ക് മാറണം നമ്മൾ തീരുമാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന് കാരണം അതുകൊണ്ടാണ്. മുൻപെല്ലാമുള്ള അംഗനവാടിയുടെ സ്ഥിതി നമുക്കറിയാം. ഏതെങ്കിലും നല്ല മനസ്സുള്ള ആളുകൾ അവരുടെ വീടിന്റെ ഓരത്ത് കൊടുക്കുന്ന ഒരു ചായ്പായിരിക്കും ചിലപ്പോൾ അംഗനവാടി, അല്ലെങ്കിൽ ഒരു സ്ഥലം എന്നോട് ചേർന്ന് കെട്ടിക്കോ എന്ന് പറയുമ്പോൾ അതിന്റെ ചേർന്ന് കെട്ടുന്ന ഒന്നായിരിക്കും. ആകെ ചൂടായിരിക്കും, ആകെ കുഞ്ഞുങ്ങളുടെ ഒരു മനസ്സങ്ങനെ ഒന്ന് സന്തോഷകരമാക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അവിടേക്ക് പോകണം എന്ന് കുട്ടികളുടെ മനസ്സൊന്നുകൂടി ഒന്ന് അട്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതോ ഒന്നുമായിട്ടുള്ളൊരു സാഹചര്യം അന്തരീക്ഷം ഒന്നും പലപ്പോഴും കാണില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രജിത് കാരിക്കൽ, ലേഖ മോൾ സിനിൽ, അംഗങ്ങളായ കുഞ്ഞുമോൾ സജീവ്, ആശാ സൂരജ്, അനിത സതീഷ്, സുമിത ഷിജിമോൻ, സുനിത പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജെ രാജശ്രീ, CDPO എസ് സുജാദേവി, ICDS സൂപ്പർവൈസർ എൽ നീതു, അംഗനവാടി അധ്യാപിക ശൈലജ, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമാരായ D സതീശൻ, AP ഗുരുലാൽ, പൊതുപ്രവർത്തകൻ ഹരികുമാർ എന്നിവർ സംസാരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ V ധ്യാനസുധൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും നേർക്കാഴ്ചയായി സ്വീകരണ ചടങ്ങ് മാറി. PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻകാട് മാതാവിന്റെ തിരുനാൾ ആഘോഷത്തിന് നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണമാണ് നാട്ടിലെങ്ങും വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. ആലപ്പുഴ പുലയൻവഴി ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്ന പുത്തൻകാട് സ്വർഗാരോഹിത മാതാവിന്റെ തിരുനാൾ ആഘോഷയാത്രയ്ക്ക് ആശംസകൾ അർപ്പിച്ച് PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റി രംഗത്ത്. പുത്തൻകാട് പള്ളിയുടെ സ്വർഗാരോഹിത മാതാവിന്റെ തിരുനാൾ ആഘോഷയാത്രയ്ക്ക് ആശംസകൾ അർപ്പിച്ചും ശീതളപാനീയങ്ങളടക്കം വിതരണം ചെയ്തുമാണ് PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റി മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും വേറിട്ട മാതൃക തീർത്തത്. PDP പ്രവാസി സംഘടനയായ PCF നേതാവ് ഫൈസൽ, PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഷിഹാബ്, സെക്രട്ടറി ഷജീർ ബാഷ, അനീഷ് ബൈജു, കോയാപ്പു, ആരിത്ത് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സ്നേഹ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 20-ന് ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ 1500 സ്നേഹ സദസ്സുകൾ സംഘടിപ്പിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 20-ന് ആലപ്പുഴ വലിയകുളം TMA ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ സമസ്തയുടെ 100ാം വാർഷികാഘോഷം കാസർഗോഡ് ഗുണിയയിൽ വെച്ച് നടക്കുകയാണ്. ആ 100ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു പരിപാടിയാണ് ഇഷ്ക് മജ്ലിസ് എന്ന പേരിൽ പ്രവാചകൻ്റെ 1500ാമത് ജന്മദിനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയാണ്. പ്രവാചക പ്രകീർത്തന സദസ്സാണത്. അതിൻ്റെ സംസ്ഥാന തലോദ്ഘാടനമാണ് ഈ വരുന്ന 20-ാം തീയതി ആലപ്പുഴ വലിയകുളം TMA ഓഡിറ്റോറിയത്തിൽ 2000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഒരു സമ്മേളന പരിപാടിയാണ്. ആ സദസ്സിൽ കേരളത്തിലെങ്ങോളമുള്ള സമസ്തയുടെ നേതാക്കൾ സംബന്ധിക്കുന്നുണ്ട്. വൈകിട്ട് 4:30-നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി, സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, സയ്യിദ് റിയാസ് അലി ശിഹാബ് തങ്ങൾ, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, നൌഷാദ് ബാക്കവി ചിറയിൻകീഴ്, PK അബ്ദുൽ ഖാദിർ അൽ ഖാസിമി, PA ഷിഹാബുദ്ദീൻ മുസ്ലിയാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും. 2000-ഓളം പ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. SKJMCC സെക്രട്ടറി PA ഷിഹാബുദ്ദീൻ മുസ്ലിയാർ, കമാലം മക്കീൽ, ജൗഫർ മൗലവി കുന്നപ്പള്ളി, AM സുധീർ മുസ്ലിയാർ, AM നവാബ് മുസ്ലിയാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് KCCL സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി. സെപ്റ്റംബർ 27-ന് ആലപ്പുഴയിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 27-ന് ആലപ്പുഴയിൽ നടക്കുന്ന കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് KCCL സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി. ആലപ്പുഴ ഹിമാലയ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച യോഗം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയും പല ന്യായങ്ങളും പല കാരണങ്ങളും, മഴ പെയ്യും, ചിലപ്പോൾ വെള്ളം പൊങ്ങും, പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതൊക്കെ ഓരോ കാരണങ്ങളായി പറഞ്ഞുകൊണ്ട് KCCLന്റെ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു കുറവുണ്ടാവാതെ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം.
തന്നെയുമല്ല, ഇതിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം വിജയമാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ആലപ്പുഴയിലേക്ക് വരുന്നത്. ഇപ്പൊ ആലപ്പുഴയിൽ ഇത് നടത്തിയപ്പോൾ തന്നെ ഇപ്പൊ കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിലെ ആളുകൾക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. കാരണം മാവേലി മാത്രമാണ് ഇങ്ങോട്ടുള്ളത്, അവർക്ക് കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് വരുന്ന ആളുകൾ എറണാകുളത്ത് വന്ന് ഇനി അവിടെ നിന്ന് വല്ല ബസ്സുമൊക്കെ പിടിച്ചു വേണം ആലപ്പുഴ വരെ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ യോഗത്തിൽ അധ്യക്ഷനായി. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, ഡയറക്ടർ C സുരേഷ് കുമാർ, COA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S ഷിബു എന്നിവർ സംസാരിച്ചു. COA ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ആലപ്പുഴ ജില്ലയിലെ മേഖലാ കമ്മിറ്റികളിൽ നിന്നുള്ള ഓപ്പറേറ്റർമാർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. സംസ്ഥാന കൺവെൻഷന്റെ വിജയകരമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. NGO യൂണിയൻ ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ ആരംഭിച്ച കൃഷി എച്ച്സലാം MLA തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണം വിപണി ലക്ഷ്യമാക്കിയുള്ള പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ സഹകരണത്തോടെ ആശുപത്രി അങ്കണത്തിലാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങ് അമ്പലപ്പുഴ MLA എച്ച്സലാം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ നമ്മുടെ നാട്ടിൽ വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയുടെ, സമൂഹത്തിൻ്റെ ആകെ ആരോഗ്യത്തിനൊരു പ്രശ്നമാണ്. അത് പലപ്പോഴും അത്രയും ഒരു പ്രാധാന്യത്തിൽ നമ്മുടെ സമൂഹം പലപ്പോഴും കാണുന്നില്ല എന്നൊരു കുറവ് നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഓരോ വീടുകളിലും ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പണം, മരുന്ന് എല്ലാ മാസവും മരുന്ന് വാങ്ങിക്കാൻ അല്ലെങ്കിൽ അസുഖം വരുമ്പോൾ ചികിത്സിക്കാനൊക്കെ വാങ്ങേണ്ടി വരുന്ന, ചെലവഴിക്കേണ്ടി വരുന്ന പണത്തിൻ്റെ അളവ് വളരെ വളരെ വലുതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് സർവ്വസാധാരണമായി ക്യാൻസർ രോഗികളെ കാണാൻ പറ്റും. വളരെയേറെ കൂടുതലായി കിഡ്നി രോഗികളെ കാണാൻ പറ്റും. ജൈവ കൃഷി നമ്മുടെ സംസ്കാരമായി മാറണം. ഓരോ വീടുകളിലും കൃഷി ചെയ്യാൻ എല്ലാവരും തയ്യാറാകണം. വിഷരഹിതമായ പച്ചക്കറികൾ ഉണ്ടാക്കുക എന്നത് സമൂഹത്തിന്റെ ആകെ ആവശ്യമാണെന്നും പച്ചക്കറി ഉൽപാദനത്തിൽ നാം ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്നും എച്ച്സലാം MLA അഭിപ്രായപ്പെട്ടു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് വിനിത റെഡ്ഡി ചടങ്ങിൽ അധ്യക്ഷയായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം B സന്തോഷ്, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് N അരുൺകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് G രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിമൽ V ദേവ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MS സന്തോഷ്, KS മനോജ് എന്നിവർ സംസാരിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി PS സൈറസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിലെ പുതിയ ക്യാന്റീൻ മന്ദിരം എച്ച്സലാം MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ 2 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ബഹുനില മന്ദിരത്തിൽ കോളേജ് PTA ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ക്യാന്റീനിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ലഭ്യമാക്കിയത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ 12 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ സ്മാർട്ട് അംഗൻവാടി നാടിന് സമർപ്പിച്ചു. വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ് അധ്യക്ഷനായ യോഗം എച്ച്സലാം MLA ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും നേർക്കാഴ്ചയായി സ്വീകരണ ചടങ്ങ് മാറി. PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻകാട് മാതാവിന്റെ തിരുനാൾ ആഘോഷത്തിന് നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണമാണ് നാട്ടിലെങ്ങും വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സ്നേഹ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 20-ന് ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.